ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെർമസെലി കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഏതൻസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെർമസെലി കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ്. അതിനാദ്യമായിട്ട് ഞാനിവിടെ ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. ചിയാ സീഡ് നന്നായിട്ട് സോക്ക് ചെയ്ത് നമുക്ക് വെക്കാം. ചിയാ സീഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ശരീരത്തിന് ഗുണമുള്ള ഒരു സീഡാണ് ചിയാ സീഡ്. അത് ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ എല്ലാ ദിവസവും കഴിച്ചാൽ കൊളസ്ട്രോളും ഒക്കെ കുറയാൻ സഹായിക്കും എന്നാണ് പഠനം പറയുന്നത്. ഞാൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളും അത് ട്രൈ ചെയ്യണം. അത് ഏറ്റവും നല്ലൊരു സീഡാണ്. പരമാവധി നമുക്ക് എങ്ങനെ അത് ഉപയോഗിച്ച് അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കത് തയ്യാറാക്കി നിങ്ങൾക്ക് കഴിക്കാം. ചിലർ സലാഡിനകത്ത് ചേർക്കാറുണ്ട്. ഇത് ഫ്രൂട്ട് സലാഡിനകത്താണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചിലർ വെറുതെ പ്ലെയിനായിട്ട് അത് കഴിക്കാറുണ്ട്. അതിനേക്കാളൊക്കെ നല്ലതാണ് ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ ഇത് ചേർത്ത് കഴിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെർമസെലി എടുത്തിട്ടുണ്ട്. വെർമസെലി ഞാൻ വളരെ തിന്നായിട്ടുള്ള വെർമസെലിയാണ് എടുത്തിരിക്കുന്നത്. അത് ഗീയിലൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം കസ്റ്റാർഡ് നമുക്ക് മിൽക്കിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ സേമിയയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒത്തിരി കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് നീട്ടി വേണം അത് കുറുക്കിയെടുക്കാൻ. അല്ലെങ്കിൽ തണുത്ത് വരുമ്പോൾ അത് വളരെ കട്ടയായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും കുറുക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനിയും നമ്മുടെ കസ്റ്റാർഡ് അതുപോലെ തന്നെ വെർമസെലി അതൊന്ന് ഫ്രീസറിനകത്ത് വെച്ച് ഒന്ന് കോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഡ്രൈ നട്ട്സായ ഈന്തപ്പഴവും അതുപോലെ തന്നെ കാഷ്നട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ റെസ്ട്രിക്ഷൻ ഇല്ല. നിങ്ങൾ ഇതേപോലെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയണേ. പലരും പലതായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നിങ്ങളും തയ്യാറാക്കി നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് എനിക്ക് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ. അപ്പോൾ നിങ്ങളുടെ റെസിപ്പി എനിക്കും പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രൂട്ട് സലാഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഡെസേർട്ടാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. അതാകുമ്പോൾ സേമിയയും ചെല്ലും ഫ്രൂട്ട്സ് ആവശ്യത്തിനുണ്ട്, ഡ്രൈ നട്ട്സ് ഉണ്ട്, അതുപോലെ ചിയാ സീഡ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും ചിയാ സീഡൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കൊടുത്താൽ ചിലപ്പോൾ അവർ പിള്ളേർ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അവർക്കും ടേസ്റ്റിയാണ്, അത് കഴിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.